വേഗം നടക്ക്. അന്ന മാനേജറെ കാണിച്ചിട്ട് വേണം സ്കൂളിൽ പോയി. അപ്പോഴേ കട ബെല്ലടിക്കൂ. എൻ്റെ മൊയ്തു സാറേ, ഈ പ്രൊട്ടക്റ്റഡ് അധ്യാപകർ ഡിവിഷൻ ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം പ്രശ്നം നടക്കരുന്ന്. അപ്പൊ എനിക്ക് പണി കിട്ടുവാ. ഇജ്ജ് ബേജാരോണ്ടിക്കുന്നേ. അയാള് സർക്കാരിലൊക്കെ നല്ല പിടിപാടുള്ള ആളാണ്. അയാൾ വിചാരിച്ച പുഷ്പം പോലെ നമുക്ക് പണി കിട്ടൂ. കച്ചവടം തന്നെ. ഇങ്ങനൊരു ആചാരം ഈ അടിയും കണ്ടിക്കണോ? ഏതാചാരം? എയ്ഡഡ് സ്കൂളിൽ അധ്യാപകരാണെങ്കിൽ മാനേജർക്ക് കൊടുക്കേണ്ട ലക്ഷങ്ങളാ. ഈ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണാരാ? സർക്കാരും. അല്ല, ഞാൻ അതല്ല. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാലേ, ഈ അമ്മ ഇല്ലാത്ത പൈസ കടം മേടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഈ സ്കൂളിൽ പൈസയെല്ലാം കൊടുത്തിട്ട് പണി കിട്ടിയാലേ പെട്ടെന്ന് പണി പോയാലും എന്ത് ചെയ്യല്? അങ്ങനെ എന്തിനാ ബേജാറുള്ളത്? അങ്ങനെ പണി പോയാൽ ചെല്ലാനുള്ള സ്ഥലമല്ലേ നമുക്ക് സർക്കാർ സ്കൂൾ. അതിന്റെ വാതിൽ തുറന്നെടുക്കല്ലേ? അതെയാ? എന്നാൽ ആദ്യം എനിക്ക് ഗവൺമെന്റ് പണി മതിയായിരുന്നു. മുണ്ടാണ്ടോടെ കുത്തിരുന്നു. ഇവിടെ PSC റാങ്ക് ലിസ്റ്റിലുള്ളവർ വരെ വെറുതെ കുത്തിരിക്കുക. പിന്നെയാണ് എനിക്ക് പണിയിട്ടുള്ളത്. അല്ല, മാനേജർ സാറേ, എന്തേ? എന്റെ ജോലിയുടെ കാര്യം. അത് നടക്കൂലെന്ന് നിങ്ങളോട് 100 വട്ടം പറഞ്ഞിട്ടില്ലേ? എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. സാറിനെ വിളിക്കും. സാറ് പറഞ്ഞിട്ടാ ഞാനീ പറയണ. സുധാകരൻ മാഷ് മരിച്ചിട്ട് ഇപ്പൊ 2-3 മാസമായി. സത്യൻ സാറാണ് സ്കൂളിന്റെ കാര്യങ്ങൾ പഠിച്ചു വരണേ ഉള്ളൂ. ആ പഠിച്ചു വരുമ്പോ എന്റെ കാര്യം മറക്കാതിരിക്കാനാ ഞാൻ വന്നത്. മുൻ മാനേജറായിരുന്ന സാറിന്റെ അച്ഛൻ്റെ കയ്യിൽ നിങ്ങൾ കാശ് കൊണ്ടെന്ന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ വിശ്വസിക്കണ്ട. മാനേജർ സാറിനെ വിളിക്കേ. സത്യൻ സാറേ, സത്യൻ സാറേ, ആ പൈസ തന്നെന്ന് പറഞ്ഞ പെണ്ണുമ്പിള്ള ഇവിടെ കിടന്ന് വന്ന് ബഹളം ഉണ്ടാക്കണ്ട്. ഒന്ന് വന്നേ. എന്താണ് കാര്യം? നിങ്ങളോട് ഞാൻ നിങ്ങളുടെ ജോലിക്കാര്യം നടക്കില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ? സാർ, നടക്കില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ? ഞാൻ 1-2 രൂപയല്ല 15 ലക്ഷം കൊടുത്തത്. കാര്യങ്ങൾ പ്യാര് പറഞ്ഞില്ലേ? അയാളോട് എനിക്കൊന്നും പറയാനില്ല. എന്നാ നിങ്ങൾക്ക് എന്റെ സ്കൂളിൽ ജോലിയില്ല. ഞാൻ ഇത്രയും പൈസ അങ്ങോട്ട് എണ്ണി കൊടുത്തതല്ലേ? എന്റെ പൊന്നു കൊച്ചെ, എന്റെ അച്ഛൻ ഒരാളുടെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കണക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് അച്ഛൻ പൈസ വാങ്ങിച്ചിട്ടില്ല. അതിന്റെ ഒരു രേഖകൾ ഇവിടെ ഇല്ല. ഇത് ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞതല്ലേ? റെസീറ്റ് അടിച്ച് പിരിക്കാൻ വേണ്ടി ഇതെന്താ കാവടിയാണ്? കാവടിയാണ്. ഈ വക ആളുകളാണ് അധ്യാപകരാവാൻ വേണ്ടി വരുന്നത്. സാറ് ഗതി കെട്ടിട്ട് പറഞ്ഞു പോണതാ. ഒരാഴ്ചക്കുള്ളിൽ 15 ലക്ഷം സാറിന്റെ അച്ഛന്റെ കയ്യിൽ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടൂല എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളുടെ വീട് വരെ പണയം വെച്ചിട്ടാ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പൈസ കൊടുത്തത്. നോണ പറയരുത്. നോണ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ആ പൈസ മുഴുവൻ നിങ്ങൾ തിന്നിട്ടുണ്ടാവും. നിങ്ങളൊരു പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ഷമിച്ചത് കേട്ടാ. ഇനി മേലാൽ ഇവിടെ ഒന്ന് ഷോ കാണിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് പോ. ഇല്ല, ഞാൻ പോണില്ല. ഞാൻ ഇവിടെ കെട്ടി തൂങ്ങി ചാവും. എൻ്റെ പൊന്നു കൊച്ചെ, എൻ്റെ സ്വഭാവം നിനക്ക് അറിയാൻ വയ്യ. ഈ വക ഷോയും കാണിച്ച് ഇനി എൻ്റെ വീട്ടുമുറ്റത്ത് വന്നു കഴിഞ്ഞാൽ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും.